ഹായ് ഫ്രണ്ട്സ്, ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൽ നമ്മൾ നോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ഇത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്, സോഷ്യൽ സയൻസ് ആണ്. 3ാമത്തെ പാഠം ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. നഗോഡകളുടെ പെരുവിരൽ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായിരുന്നു ജീവിതം. കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചുമാറ്റുക എന്നായിരുന്നു. നഗോഡകൾ സ്വന്തം പെരുവിരൽ മുറിച്ചുമാറ്റി. അവരുടെ സമരമാർഗമായിരുന്നു അത്. ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ചെയ്തത് കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ, ജമീന്ദർമാരെ ചുമതലപ്പെടുത്തി. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ, സാഹുക്കാർ ആശ്രയിക്കേണ്ടി വന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അഥവാ സാഹുക്കാരെ ആശ്രയിക്കേണ്ടി വന്നു. ബംഗാളിലെ മണ്ണ് പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു. അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിൻ്റെയും കൃഷി വ്യാപിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. ഇതിനായി കർഷകരെ നിർബന്ധിച്ചു. പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി. കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു. ഗോത്ര ജനതയ്ക്കെതിരെ. കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി. പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അതോടെ ഗോത്ര ജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷിരീതികളും തടസ്സപ്പെട്ടു. ഗോത്ര ജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിനായി റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് ഗോത്ര ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. റെയിൽവേയുടെ തുടക്കം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16-നാണ്. അന്ന് വൈകുന്നേരം 3:35-നാണ് ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. 14 കോച്ചുകളുള്ള ഈ വണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. 1861 മാർച്ചിൽ തിരുവിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി. അപ്പോൾ ഡേറ്റ് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16-നാണ്. അന്ന് വൈകുന്നേരം 3:35-നാണ് ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ വണ്ടി കൂകിപ്പാഞ്ഞത്. 14 കോച്ചുകളാണ് ഉണ്ടായിരുന്നത്, 400 യാത്രക്കാരും. 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ഓടി. കലാപങ്ങളിലേക്ക്. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം കാർഷിക കലാപങ്ങൾ ആരംഭിച്ചു. ഇതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പാട്ടക്കുടിയന്മാരായ മാപ്പിളകളായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കർഷകരെ കൂടാതെ ഗോത്രവർഗക്കാരും കമ്പനികൾക്കെതിരെ കലാപത്തിലേർപ്പെട്ടു. ഇത്തരത്തിൽ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങളാണ് മറാത്തയിലെ ബീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ,
രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുർച്ചിയർ. കലാപത്തിനിറങ്ങിയ ഗോത്രവിഭാഗങ്ങൾ മറാത്തയിലെ ബീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യന്മാർ. സാന്താൾ കലാപം. എന്താണ് സാന്താൾ കലാപം? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിന്ധുവും കാൻഹുവും ആയിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. ഇത്തരം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചിലരെ പരിചയപ്പെടാം. ഔദിലെ രാജ ചേത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഔദിലെ രാജ ചേത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. കേരളത്തിലെ കലാപങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. തലക്കൽ ചന്തു, കൈതേരി അബു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പിയായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. 1809 കുണ്ട്രയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ട്ര വിളംബരം. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി. അപ്പോൾ 1809 കുണ്ട്രയിൽ വെച്ച് കുണ്ട്ര വിളംബരം നടത്തിയത്, വേലുത്തമ്പിയുടെ കുണ്ട്ര വിളംബരം. പഴശ്ശിരാജയുടെ അവസാന യാത്ര. പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി. രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി. അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവലോടെ മാനന്തവാടിക്ക് അയച്ചു. മൃതദേഹത്തോടൊപ്പം അയച്ച ശിരസ്ദാർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധിപ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. TH ബേബർ, സബ് കളക്ടർ മലബാർ. മലബാറിലെ സബ് കളക്ടറായിരുന്ന TH ബേബറിൻ്റെ വാക്കുകളാണിത്. കണ്ണൂർ, 1805 ഡിസംബർ 31. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 കമ്പനിയോട് കൂറുപുറത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, ശിപ്പായിമാർ, ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത്. ശിപ്പായിമാരുടെ ജീവിതം പരമദയനീയമായിരുന്നു. തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു. ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര സവിശേഷതയുള്ളതായിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത പ്രചരിച്ചു. കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തുകൊണ്ടിരുന്ന റൊട്ടി എല്ലിപ്പൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന വാർത്തയും പരന്നു. അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ശിപ്പായിമാർക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെയായിരുന്നു. ഇദ്ദേഹമാണ് മംഗൾ പാണ്ഡെ. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാന മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. കാൺപൂർ, ലക്നൗ, അഹമ്മദാബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം പടർന്നു.
ബഹദൂർ ഷാ രണ്ടാമൻ, നാനാ സാഹിബ്, ഝാൻസി റാണി, ബീഗം ഹസ്രത്ത് മഹൽ, താന്തിയ തോപ്പി. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അബ്ദുള്ള, ആറയിൽ കൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത്. അത് ഓർത്തിരിക്കുക. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അബ്ദുള്ള, ആറയിൽ കൻവർ സിംഗ് എന്നിവരായിരുന്നു കലാപം നയിച്ചത്. എന്നാൽ ഈ കലാപം കമ്പനി അടിച്ചമർത്തി. ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തി. ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ കാരണം ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളാണത് ഝാൻസി, കാൺപൂർ, ഫൈസാബാദ്, അവധ്, മീററ്റ്. പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു. കലാപത്തിൽ ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ബഹദൂർ ഷായെ ഷാഹിൻ ഷായ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിപായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു. മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ലെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യിലേക്ക്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അപ്പോൾ 1858 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. പിന്നീട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. സംഗ്രഹം നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നയങ്ങൾ വിവിധ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ദുരിതത്തിലാക്കി. യാതനകൾ നേരിട്ട കർഷകർ, കരകൗശല തൊഴിലാളികൾ, പ്രഭുക്കന്മാർ, ഗോത്രവർഗ്ഗക്കാർ, രാജാക്കന്മാർ എന്നിവർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ നടത്തി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു.